മലബാർ മേഖലയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. UDF ക്യാമ്പുകൾ ഈ ഫലം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നു. പക്ഷേ ഇടതുപക്ഷം എക്സിറ്റ് പോൾ ഫലം പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ മട്ടിലുമാണ്. മലബാർ മേഖലയിലെ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഗുഡ് മോർണിംഗ്. ഈ മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് അടക്കമുള്ള ജില്ലകളുണ്ട്. UDF നിലവിൽ യാതൊരു തരത്തിലുമുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത ജില്ലകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കുമെന്ന് പറയുന്നു. പക്ഷേ LDF ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അല്ലേ? ലിജിൻ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. 9 മുതൽ 11 വരെ സീറ്റുകൾ പോലും എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF അനുകൂലമായി പറയുമ്പോഴും LDF ആത്മവിശ്വാസത്തിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല. കാരണം മുൻപുണ്ടായിരുന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇവയെല്ലാം തന്നെ തെറ്റായി വന്ന പശ്ചാത്തലത്തിൽ അത്തരമൊരു ഫലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് LDF എന്ന് പറയാം. നമുക്കറിയാം 13 സീറ്റുകളാണ് കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ളത്. ഇതിൽ 11 സീറ്റുകൾ LDF നേടിയിട്ടുണ്ട്. 2 സീറ്റുകൾ വടകര കൊടുവള്ളി സീറ്റുകളാണ് UDF കയ്യിൽ ഉള്ളത്. LDF സംബന്ധിച്ച് മുൻകാലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ മുന്നേറ്റങ്ങളൊന്നും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിലാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിക്കളയുന്നതിലേക്ക് LDF കേന്ദ്രങ്ങൾ എത്തിയിട്ടുള്ളത്. വടകരയും കൊടുവള്ളിയും UDF വലിയ മേൽക്കൈ സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇത്തവണ വലിയ കടുത്ത മത്സരം നൽകാൻ UDF ക്യാമ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 8 മുതൽ 9 വരെ സീറ്റുകളാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നതെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അത് 11ലേക്ക് വരെ നീളും എന്നുള്ള തരത്തിൽ 2 മുതൽ 4 വരെ സീറ്റിലേക്ക് LDF ചുരുങ്ങുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ ഫലങ്ങളിലാണ് സത്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തിമ ഫലം എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയുണ്ട്. വലിയ ശക്തമായ മത്സരം നടന്നിട്ടുള്ള ചില മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നതിനപ്പുറത്തുള്ള ചില കണക്കുകൂട്ടലുകളാണ് LDF കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. സമുദായ വോട്ടുകളുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ വ്യക്തിപരമായി മുൻപ് ഉണ്ടായിരുന്ന MLA-മാരാണ് മത്സരിച്ചിരുന്നത്. മണ്ഡലങ്ങളിൽ 2 മന്ത്രിമാർ മത്സര രംഗത്ത് ഇറങ്ങിയിരുന്നു. കൊയിലാണ്ടിയിലാണെങ്കിൽ മുൻപ് മത്സരിച്ചിരുന്ന K. ദാസൻ MLA, ഒപ്പം തന്നെ നിലവിലുള്ള MLA-മാർ എല്ലാം തന്നെ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ ആരെയും പരിചയപ്പെടുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെ അട്ടിമറി നടന്നാലും അവസാന സമയത്ത് നേരിയ എഡ്ജ് LDF ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഈ ക്യാമ്പ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ തീർത്തും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥികളെല്ലാം തന്നെ മികവുറ്റ സ്ഥാനാർത്ഥികളായിരുന്നു. നാദാപുരം ഉൾപ്പെടെയുള്ള LDF കുറേ കാലമായുള്ള കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതുൾപ്പെടെയുള്ള ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളത്. ഏതായാലും കണക്കുകൂട്ടലുകൾ അവസാന നിമിഷവും കൂട്ടിക്കിഴിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ണൂരിൽ ഉൾപ്പെടെ നമുക്കറിയാം വലിയ തരത്തിലുള്ള ഭിന്നതകൾ പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം തന്നെ UDF ക്യാമ്പിന് അനുകൂലമാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ്. കാസർഗോഡ് പോലുള്ള മണ്ഡലങ്ങളിൽ തുടർച്ചയായി വിജയിക്കുന്ന LDF വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ നേരിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ അതെല്ലാം തന്നെ UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ ഇത്തരം ഫലങ്ങളിലൊന്നും തന്നെ വലിയ കാര്യമില്ല എന്നുള്ള മട്ടിലാണ് LDF ക്യാമ്പ്. ഏതായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ലിജിൻ ബാക്കിയുള്ളൂ. ഇതിൻ്റെ അന്തിമ ഫലം എന്താകുമെന്നറിയാം. തീർച്ചയായിട്ടും അതാണ്. ഏതായാലും കോഴിക്കോട് അടക്കമുള്ള മലബാർ മേഖലയിലെ ജില്ലകളിലൊക്കെ തന്നെ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ജില്ലകളിൽ പൂർണ്ണമായിട്ടും ഒരു ക്ലീൻ സ്വീപ്പ് എന്നൊക്കെയാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. പക്ഷേ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ ഒരു നേരിയ എഡ്ജ് UDF പക്ഷേ എന്നിരുന്നാൽ പോലും അത്രയും വലിയൊരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകില്ല എന്ന് LDF വിശ്വസിക്കുകയാണ്. എന്തായാലും ജനവിധി അറിയാൻ നമ്മൾ ഇനിയും 1-2 ദിവസം കാത്തിരിക്കേണ്ടി വരും. 4-ാം തീയതിയായിരിക്കും ജനവിധി ഉണ്ടാവുക. പക്ഷെ അപ്പോഴേക്കും ഈ ക്യാമ്പുകളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഉണർന്നു കഴിഞ്ഞു. ഇതാണ് കേരളത്തിലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ.